ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു ദിവസമായില്ലേ നമ്മള് കണ്ടിട്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താറെടുത്ത കാരണേ അതില് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഒരു കല്യാണം, പിന്നെ ഒരു മരണം, അങ്ങനെയുള്ള നമ്മള് താറില് ട്രിപ്പ് ഒന്നല്ല, അങ്ങനെയല്ല ഫുൾ ബിസി ആയിരുന്നു. അതെ, കൊറേ കാര്യങ്ങള് ഇങ്ങനെ ഈ വണ്ടിയിൽ പോണ കാരണം ഇവിടത്തെ കൊറേ അല്ലറ ചില്ലറ കൊറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് കൊറേ പെൻഡിങ് ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഇൻഷുറൻസ്, അത് ഇത് ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ, പാസ്പോർട്ട് അത് ഇതൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങള് അങ്ങനെ കഴിഞ്ഞു, കുറെ കാര്യങ്ങള് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അജീഷ് നേരെ തമിഴ്നാട്ടിലേക്കാണ് പോയത്. തമിഴ്നാട്ടിലേക്ക് ഓട് കയറ്റി പോയി. അവിടെ നിന്ന് നേരെ ഇപ്പോ സിമെന്റ് കയറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം രാത്രി 12:30. അപ്പോൾ ഇപ്പോഴാണ് അവൻ വിളിച്ചത്. അപ്പോൾ പകല് കൊണ്ടുവന്നിട്ട് അവന് വീടിൻ്റെ അവിടെ ഒതുക്കി നിർത്തിയേക്കായിരുന്നു. അതിന് ശേഷം രാത്രിയായിട്ട് പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ചെന്നിട്ടും കാര്യമില്ല, ഇറക്കി കിട്ടണം. നാളെ രാവിലെയാണ് ഇറക്കി കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ എന്താ പറയുക, അങ്ങനെ രാത്രി പോയി അവിടെ കിടന്നുറങ്ങണേക്കാളും നല്ലത് ഇവിടുന്ന് അവൻ്റെ വീടിൻ്റെ അവിടെ വടക്കഞ്ചേരിയിൽ നിർത്തിയിട്ട് അവൻ വീട്ടിലൊക്കെ പോയി ഒരു 2 മണി ആയില്ല, 2-3 മണി അങ്ങോട്ടായി അവൻ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. അപ്പോൾ ഇപ്പോൾ ഒരു 12 ഇപ്പോൾ അവനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒക്കെ അടിപൊളിയായിട്ട് നേരെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിതയുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്നാക്കി നടത്തറയിൽ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ നിതേനെ വിട്ട് നേരെ ഞാനും വണ്ടിയിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ചേർത്തല ആ സൈഡ്, ആലപ്പുഴ ആ സൈഡിലേക്ക് എവിടേക്കോ ആണ് ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് കയറ്റി പോകുന്നത്. സിമെൻറ്റ് കയറ്റിയ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അജീഷിനോട് തന്നെ ചോദിക്കാം. പിന്നെ ഞാനും അജീഷുമായിട്ട് കണ്ടിട്ട് വീഡിയോയിൽ 2 ദിവസത്തെ ഗ്യാപ്പുള്ളെങ്കിലും 3-4 ദിവസമായി ഇല്ല, ശരിക്കും 4 ദിവസമായി. കാരണം നിങ്ങളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ രാത്രി 12 മണിക്കുള്ളത്തെ വീഡിയോ കാണുന്നത് നാളെയാണ്. അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 4 ദിവസത്തെ ഗ്യാപ്പ് ടോട്ടലി വന്നു. ഇപ്പോൾ 3 ദിവസമായി വീഡിയോ ചെയ്തിട്ട്, 4 ദിവസമായി, എന്നാൽ 5 ദിവസമായില്ലേ അപ്പോൾ വീഡിയോ ചെയ്തിട്ട്. ശരിയാണ്. അപ്പോൾ 5 ദിവസത്തെ ഗ്യാപ്പായി ശരിക്കും. 4 ദിവസം 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ 5-ാം തീയതി അല്ലേ നമ്മൾ മറ്റേ വീഡിയോ ഇട്ടെ. അതെ. പിന്നെ നമ്മൾ താറില് ഇതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ നമ്മൾ താറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറ കയറ്റാനായിട്ട് ഉള്ള പരിപാടികൾ നോക്കി. പക്ഷെ അത് വർക്കൗട്ട് ആവില്ല. വർക്കൗട്ട് ആവാത്തതല്ല, നമ്മളുടെ സാധാ ടൈപ്പ് പരിപാടികളൊന്നും നടക്കില്ല. അവരുടെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ എന്നൊക്കെയാണ് പറയണേ. പിന്നെ നല്ല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കയറ്റുന്നുണ്ടാവും. നമ്മളുടെ സ്ഥലം, നമ്മളറിയാവുന്ന 2-3 സ്ഥലങ്ങളിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ പുറത്താകുമ്പോൾ വയറ് കട്ട് ചെയ്തില്ലെങ്കിലും വാറണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അതിനിപ്പോൾ വേറെ വല്ല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് നല്ല സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ക്യാമറയ്ക്ക് നിസ്സാരം 850 രൂപ, 1500 രൂപ, 2000 രൂപ അങ്ങനെയൊക്കെയുള്ള വിലകളുള്ളൂ. കമ്പനിയിൽ ഇത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയ്ക്ക് ആവും. അപ്പോൾ അത്ര വ്യത്യാസമുണ്ട്. ഈ സെയിം ക്യാമറകൾ തന്നെ കേട്ടോ, ക്ലാരിറ്റി ബേസൊക്കെ ഇത്ര ഉള്ള സാധനത്തിന് തന്നെ കമ്പനിയിൽ ചെയ്യുകയാണെങ്കിൽ 5000 രൂപ. ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ തന്നെ ചെയ്യാം. പിന്നെ നമ്മളൊരു സബും കാര്യങ്ങളും ആയിട്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് നോക്കി ഇപ്പോൾ 7000 രൂപയാണ്, 6000 രൂപ, 7000 രൂപയുടെ അടുത്ത് അതിനും പൈസയും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതും ചെയ്യണം. അപ്പോൾ അത് രണ്ടും ചെയ്യാൻ പോയി. പക്ഷെ സമയക്കുറവ് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ നമ്മൾ അതും മാറ്റി വെച്ചേക്കാണ് അല്ലേ. നമ്മുടെ ചില്ലുമ്പോ ചെറുതായിട്ട് അഴുക്കുണ്ടാവും. ഒന്ന് വൈപ്പർ അടിക്കണം. എന്നാലൊന്ന് നിധിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ വൈപ്പർ അടിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസം ഇപ്പൊ കണ്ടിന്യൂസ് ഞങ്ങൾ താറിൽ മാത്രം യാത്ര ചെയ്തിട്ട് ഇപ്പൊ ഇതിനകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്കാറിൽ കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഫീല് സ്വിഫ്റ്റിൽ കയറിയിരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ റൈഡ് ചെയ്യാനായിട്ട് കംഫർട്ട് എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ, സ്വിഫ്റ്റ് തന്നെയാണ്. നമുക്ക് ഗിയറും മാറ്റണ്ട, അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹാൻഡിലിംഗ് ഒക്കെയാണ്. അപ്പോൾ താറ് മേടിച്ചത് കൊണ്ട് ഒരിക്കലും ഈ സ്വിഫ്റ്റ് യൂസ്ഫുൾ ആവാണ്ടാവില്ല. സ്വിഫ്റ്റിന്റെ ഉപയോഗം സ്വിഫ്റ്റിൽ തന്നെ നടക്കുള്ളൂ, താറിൽ നടക്കില്ല കേട്ടോ. താറ് പോസിന് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാന്നല്ലാണ്ട് എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്നുള്ള ആവശ്യത്തിനൊന്നും എടുത്ത് പോവാ, പെട്ടെന്ന് പാർക്ക് ചെയ്യുക, അത് ഈ കളികളൊന്നും അതിനകത്ത് നടക്കില്ല. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അതിനുണ്ട്. പിന്നെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഒരു 3-4 സ്ഥലത്തേക്ക് കയറി ഇറങ്ങേണ്ട വന്നിട്ട് ഇത് പറഞ്ഞാൽ ഞാൻ ബാക്കിൽ അങ്ങനെ ഇരുന്നോളാം. ഞാൻ ഇനി ബാക്കിലല്ല, ഇവൻ ഫ്രണ്ടിലിരിക്കണെന്നും പറഞ്ഞിട്ട് ഇവന് ഫ്രണ്ടിലിരുത്തി. പിന്നെ ഈ ഒരു ഫ്രണ്ടിലത്തെ സീറ്റ് മാറ്റി ബാക്കിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിയതല്ലേ തരം അടുത്ത് മനുഷ്യൻ. അതെ. അപ്പൊ അത് തന്നെ കയറി ഇറങ്ങുന്ന വലിയൊരു ചടങ്ങാണ്. ഇവനത് ശീലായിട്ടുള്ള ഫ്രണ്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ.
അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ മിനിഞ്ഞാന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിനിടയ്ക്ക് ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പോയി. പിന്നെ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ട് ഓഫീസ്, കോർപ്പറേഷൻ ഓഫീസ്, ഞാൻ 45 വയസ്സായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്. ഇത്ര കാലങ്ങളായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ പാസ്പോർട്ടിലൊക്കെ വെവ്വേറെ പേരുകളെ കിടക്കണം. എൻ്റെ ചേട്ടൻ്റെ ഒക്കെ അക്ഷരങ്ങൾ ചെറിയ വ്യത്യാസമാണ്. അപ്പൊ അത് പേരല്ല, അപ്പന്റെ അമ്മയുടെ ഒക്കെ പേരിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇതിന്റെ അടുത്ത് അല്ല, SE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം മാത്രം. പപ്പയുടെ സ്പെല്ലിങ്ങിൽ ലാസ്റ്റ് ഇന്നുണ്ട്, LUKOSE ആണ്. ചേട്ടൻ്റെ ഇ ഇല്ല, എൻ്റെ ഇ ഉണ്ട്. അപ്പൊ അത് പപ്പയുടെ പേര് അങ്ങനെ. മമ്മിയുടെ ആണെങ്കിൽ ഇനീഷ്യലാണ് എഴുതിയേക്കണത്, എൻ്റെ ഇനീഷ്യൽ ഇല്ല. അപ്പൊ അത് ഇനിയിപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കറക്റ്റ് ആണെങ്കിൽ അത് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രണ്ടുപേരെയും ബർത്ത് സർട്ടിഫിക്കറ്റിൽ നോക്കി. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റിലും രണ്ടുപേരെ വ്യത്യാസം. അപ്പോൾ എന്താ പറയുക, അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, മുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ നമ്മളുടെ കുവൈറ്റ് പോക്ക്. അപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അത് പിന്നെ വേറെ വല്ല വഴികളുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം കഴിഞ്ഞു, 2 വിശേഷം കഴിഞ്ഞു അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷമാണ്. ആ തൃശ്ശൂർ പൂരത്തിന് ഇനി എത്ര കുറച്ച് ദിവസം കൂടി ഉണ്ട്. ഇന്ന് ഡേറ്റ് 10 അല്ലേ, ഇന്ന് 10-ാം തീയതി അല്ലേ. അപ്പൊ അല്ല 10-ാം തീയതി അല്ല, ഇന്ന് 11-ാം തീയതി ആയി. 12 മണി കഴിഞ്ഞില്ലേ. അപ്പൊ ഇന്ന് 11-ാം തീയതി ആയി ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എത്ര ദിവസം ഉണ്ടാണോ പൂരത്തിന് അറിയോ? ഇല്ല. അപ്പൊ അങ്ങനെ അജീഷ് 12 മണി ആയപ്പോഴാണ് നമ്മൾ വിളിച്ചത് അവിടുന്ന് പൂരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ 12:30 ആകുമ്പോഴേക്കും നടത്തറയിൽ എത്താമെന്ന് പറഞ്ഞത്. അപ്പൊ അവൻ അവിടുന്ന് ഇങ്ങോട്ട് എന്തായാലും ഓടി വരാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിന്റെ മുകളിൽ വേണം. 10-24-30 കിലോമീറ്ററിന് താഴെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും 3/4 മണിക്കൂർ വേണ്ട, അത്ര വേണം. അപ്പൊ ആ സമയത്തേക്കും അങ്ങോട്ട് എത്തിയാൽ മതി. അപ്പൊ അപ്പൻ വണ്ടിയിൽ ഫോൺ മറന്നു വെച്ചു. അപ്പൊ ഞങ്ങള് തിരിച്ചു കൊടുക്കാൻ പോവാണ് ഗൈസ്. ദേ നിൽക്കുന്നു അപ്പൻ, നോക്കൂ. ഫോൺ മറന്നു പോയില്ലേ? ഫോൺ മറന്നു പോയി. ശരി എന്നാ വിട്ടോ. അപ്പൊ ഞാനേ എന്നെ കൊണ്ടുവിടാനായിട്ട് ഇതേ മുത്തും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ അതിനകത്ത് മറന്നു വെച്ചു. അപ്പോൾ അവർ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് നേരെ വന്ന ഡാഡിയും മുത്തും കൂടിയിട്ട്. സാധാരണ നമുക്ക് ഇതേവരെ നമ്മൾ സിമെൻറ്റ് നമ്മൾ മേടിച്ചതിന് ശേഷം സിമെൻറ്റ് കയറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ആദ്യമായിട്ട് സിമെൻറ്റ് കയറ്റുന്നത്. സിമെൻറ്റ് കയറ്റിയപ്പോഴാണ് മനസ്സിലായത് കെട്ടിൻ്റെ സ്റ്റൈല് മാറ്റി. ആദ്യമൊക്കെ കെട്ടെന്ന് പറഞ്ഞാൽ ബോഡി കുറച്ച് കാണാവുന്ന രീതിയിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ സിമെൻ്റ് ആയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡിയും കാണില്ലാത്ത പോലെയും. പിന്നെ അതേപോലെ കണ്ടത് ഇവിടെയൊക്കെ ഓരോരോ കയറുകൾ തമ്മിൽ കൂട്ടി ഒരു ടാഗ് അടിച്ചിട്ടുണ്ട്. അയ്യോ പോവില്ലല്ലോ. ഓ മിറർ കളയോ? എന്നാ 1 മിനിറ്റ് എടുക്കാൻ വേണമെങ്കിൽ മാറ്റാം. എടുത്താ ചീഷ പോവാ. അതേപോലെ ഇവിടെ ഒക്കെ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി വന്നപ്പോൾ എന്നെ കിടന്നു പോവില്ല. ഞങ്ങൾ സർവീസ് റോഡിൽ ഒതുക്കി നിർത്തിയേക്കണം. പക്ഷെ പറഞ്ഞിട്ട് എൻ്റെ വണ്ടി പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി നമുക്ക് പോവാം. പോലേ നമ്മളങ്ങനെ പാലിയക്കര ടോൾ പ്ലാസയുടെ അവിടെ എത്തിയിട്ടോ. ഇത് എന്ത് കൊണ്ടുപോകുന്ന വണ്ടി? ഇത് ട്രെയിലർ. പാലിയക്കര ടോൾ പ്ലാസയിൽ ഏതോ ഒരെണ്ണം അടച്ചിട്ടിട്ടുണ്ട്. ഏത് ട്രാക്കിലാണ് എടുക്കണേ? വലിയ വണ്ടിയുടെയാ? ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ പൈസ കൂടുതൽ പോകുന്നില്ലല്ലോ. ഇന്നിപ്പോൾ എത്രാമത്തെ ടോളാ? 4-ാമത്തേത്. 4-ാമത്തെ ടോളാണ് കേട്ടോ അജീഷ് കൊടുക്കുന്നത്. 4-ാമത്തെ ടോളിൻ്റെ അല്ല. ഇപ്പം നമുക്ക് ഈ ടോളും അതുപോലെ തന്നെ ഇത് പാലിയക്കര ടോളാണ്. പന്നിയങ്കര ടോളും നമ്മൾ 515 വെച്ചിട്ടാണ് കൊടുക്കണത്. പിന്നെ ഒരു 240, ഒരു 350 അങ്ങോട്ട് വേറെ ചെറിയ ചെറിയ ടോളുകൾ കൊടുത്തിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലെ ടോള്. പിന്നെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇല്ലേ ഒരു ടോളിൽ ശരിക്കും മറ്റേ പൈസ പോയത് കണ്ടിട്ട് ഞാൻ ഞെട്ടി. 700 രൂപയാണ് കേട്ടോ ഒരു ഭാഗത്തേക്ക് വണ്ടി പോയതിന് പൈസ മേടിച്ചത്. അത് വയ്യമ്പട്ടി സൈഡാണ്. എവിടെയായിരുന്നു? വയ്യമ്പട്ടി ആ സൈഡിലെ ട്രാക്കിൽ 4 ലൈനിൽ 700 രൂപയാണ് വരുന്നത്. അത് പൈസ തെറ്റിയെടുത്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ പിന്നെ ടോൾ പ്ലാസയിലെ പൈസ മുഴുവൻ ചെക്ക് ചെയ്ത് അവിടുത്തെ മൾട്ടി ആക്സലിന് എത്ര രൂപയാണെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോണ്ട് അത് 400 ചില്ലറ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല പല റേറ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 700 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നും കാണിക്കുന്നില്ല. ഒരു സ്ഥലത്തും 700 കാണിക്കുന്നില്ല. പിന്നെ എന്താണ് 700 പോയെന്നുള്ളത് അറിയാണ്ട് ഞാൻ പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ
മറ്റേ എൻക്വയറി നമ്പറിൽ ഫാസ്റ്റ് ട്രാക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് വിവരം പറയുക, ഈ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരെവിടെ വിളിച്ച് വിവരം പറയണം, അതൊന്നും വിവരം പറയലുണ്ടാവില്ല, കാശ് പോയി തന്നെ. സംഭവം അത്ര റേറ്റ് ഇല്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഏതാ പെട്ടി എന്തിട്ടോ വേറെ എന്ത് പെട്ടിന്നാ? ദിണ്ടിക്കൽ തൃച്ചി റോട്ടിലെ ടോളാണ് കേട്ടോ. 700 രൂപയാണോ 12 വീലിന് എന്നുള്ളത് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സാധാരണഗതിക്ക് ഞാൻ നോക്കിയിട്ട് അതിനകത്ത് അങ്ങനെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കുന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ പോലീസ് നല്ല ചെക്കിങ് ആണ് കേട്ടോ. ഹൈറ്റിൽ നിൽക്കുന്ന സകല വണ്ടി, കോഴിവണ്ടി അതുപോലെ തന്നെ എല്ലാ വണ്ടികളും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഹൈറ്റ് ലോഡ് ഉള്ളത് ഹൈവേ പെട്രോളാണ്, അല്ലാണ്ട് വേറെ ആരും. നമ്മുടെ നോക്കിയപ്പോൾ സിമെൻ്റ് ആയ കാരണം ലോഡ് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോന്നു. ഇല്ലെങ്കിൽ നമുക്കും കിട്ടിയാനെപ്പോ അല്ലേ? ഏത് വണ്ടി? അതെന്താ കാരണം? അങ്ങനെയുണ്ടോ? തടുത്തിട്ടില്ല ഇതേവരെ. അപ്പൊ എന്താണ് സിമെന്റ് വണ്ടി തടുക്കാത്തതെന്നുള്ളത് അറിയില്ല. അതുകൊണ്ടായിരിക്കും കേട്ടോ. സിമെന്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കമ്പനിയിൽ നിന്നില്ലേ ഓവർ വെയിറ്റ് കയറ്റി തരില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കറിയാതെ വെയിറ്റ്. അപ്പൊ ഇത് സിമെന്റ് ആണോന്ന് അവർക്ക് എങ്ങനെ അറിയും? ഇങ്ങനെ സിമെന്റ് മാത്രമാണ് ഇങ്ങനെ കിട്ടുള്ളൂ. പായയുടെ താഴത്തേക്ക്. അതെന്താടാ ജീഷ അങ്ങനെ കെട്ടണത്? അതായത് അപ്പൊ ആ ഗ്യാപ്പിൽ വെള്ളം കിടക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അടിയിലും പായിട്ടിട്ടില്ലേ പോരാത്തതിന്? അടിയിലും പായിട്ടുണ്ട്. അടിയിലും പായിടണം, മുകളിലും പായിടണം. പിന്നെ പായ ഇനിയിപ്പോ പായ നമ്മൾ വലിയ ഓട്ടം പോകുമ്പോ പായക്ക് പ്രശ്നമല്ലേ, പായ ഇനി ശരിയാക്കണ്ടേ? സിമെന്റ് പായാണ്. അത് മാറ്റി നമുക്ക് വലിയ ഹൈറ്റുള്ള ലോഡ് കയറ്റുമ്പോഴും മൂടാൻ പറ്റുന്ന പായ ആക്കണം. എന്നാലാണ് നമുക്ക് ഏത് ഓട്ടം വിളിച്ചാലും പേടിക്കാണ്ട് പോകാൻ പറ്റാവുന്ന അവസ്ഥയാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ അരി കയറ്റാൻ ഈ പ്രാവശ്യം ഇപ്പോൾ നമുക്ക് എത്ര ഓട്ടം വന്നു? 3 ഓട്ടം വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കെമിക്കൽ പൗഡർ വന്നു, അരി വന്നു, പിന്നെ ഇപ്പോൾ സിമെന്റ് വന്നു. അപ്പം 3ഉം കൂടി കാൽക്കുലേഷൻ ചെയ്തു കേട്ടോ ഞങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമ്മുടെ റേറ്റ് പറയണത് 1200 ആണെങ്കിൽ മറ്റേതിന് 1500 വരെ ടെന്നിന് റേറ്റ് പറയണതുണ്ട്. പിന്നെ അതിൽ കൂടുതലും റേറ്റ് പറയണതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കണക്കൂട്ടി നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ചിലവ് കാശ് പോയി കഴിയുമ്പോൾ വാടക 1500 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 1000 കിട്ടുന്നത് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ലാഭം കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ. കാരണം ഒരു ചാക്ക് ഇറക്കാനാക്കി 60 രൂപയുടെ എങ്ങനെയൊക്കെയാണ് റേറ്റ്? ഒരു സ്ഥലത്ത് 80, ഒരു സ്ഥലത്ത് 100, 150 റുപ്യ അല്ലെ ഒരു ചാക്കിന്. അപ്പൊ നമ്മുടെ ഒരു സ്ഥലത്ത് ഇറക്കണേന് 80 രൂപ, ഒരു സ്ഥലത്ത് ഇറക്കണേന് 100 രൂപ. തൊടുപുഴയിൽ 100 രൂപയുണ്ട് അല്ലേ? അപ്പൊ അത്രയാണ് ഇറക്കാശ്. പിന്നെ കയറ്റുന്ന സ്ഥലത്തും ഇല്ലേ കാശ്? കയറ്റുന്നതിന് 50 രൂപ. അപ്പൊ അങ്ങനെ ഇത്രയധികം ചാക്ക് കയറ്റുമ്പോ നമ്മുടെ വണ്ടിയിൽ എത്ര ചാക്ക കയറ്റിയ സാധാരണ ഗതിക്ക്? അല്ല അരി 500 ചാക്ക്. 500 ചാക്ക് വരുമ്പോ എത്ര രൂപയായി? നമ്മളുടെ കയറ്റിറക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഈ പൈസ മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പോണത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിമെൻറ്റിന് വാടക കുറഞ്ഞാലും സിമെൻ്റ് ആണെങ്കിൽ വേറെ ചിലവില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സിമെൻറ്റ് ഓടാണ് ലാഭം. അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം ഓടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ കാര്യം മനസ്സിലാവുമെന്ന് പറഞ്ഞ കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കെമിക്കലും വാടക ഉണ്ടായിരുന്നു. അതിനെന്തായിരുന്നു പറഞ്ഞ പ്രശ്നം? അതിനും ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കാശ് ചെലവ് കൂടുതൽ. ഇപ്പൊ നമ്മൾ പോണടത്ത് 130 കിലോമീറ്റർ പോയിട്ട് അല്ലേ? നമ്മളിപ്പോ മധുരയല്ലേ ലോഡ് ഇറക്കിയത്? മധുരയല്ലേ? മധുര എത്തിയിട്ടില്ല, തൃച്ചിയില് അല്ലേ? തൃച്ചിയിൽ ലോഡ് ഇറക്കിയോടത്തുനിന്ന് പിന്നെ 130 കിലോമീറ്റർ പോയിട്ട് വേണം ലോഡ് കയറ്റാൻ. ഇതാവുമ്പോ ആകെ 75 കിലോമീറ്ററോ 70 കിലോമീറ്ററിന്റെ താഴെയാണ് ആകെ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ കാലി ഒരു സ്ഥലത്ത് ലോഡ് തട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കാലി കണ്ടമാനം കിലോമീറ്റർ ഓടിപ്പോയിട്ട് നമുക്ക് ലോഡ് കിട്ടുന്നേക്കാളും നല്ലത് അടുത്താണെങ്കിൽ 10 രൂപ കുറഞ്ഞാലും അതാണല്ലോ ലാഭം. അപ്പൊ അത് കാരണം അതിനല്ലേ തിരിച്ചു വരണം അല്ലേ? 10 കിലോമീറ്റർ വീണ്ടും ഓടണം. അത് വെച്ച് നോക്കുമ്പോൾ ഈ കെമിക്കൽ നോക്കിയപ്പോഴും അരി നോക്കിയപ്പോഴും നമുക്ക് ലാഭം ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇതെടുത്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി പോയത് നമുക്ക് ആകെ 16 ടൺ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ചെറുവണ്ടിയിൽ കൊണ്ടുപോകുന്ന ലോഡാണ് നമ്മൾ 12 വീലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു 20 ടണ്ണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ തൂക്കം നോക്കിയിട്ടുണ്ടായിരുന്നില്ല.
ഇവിടുന്ന് അവിടെ എത്തി സംഭവം ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത്ര ടെണ്ണാണ് വന്നുള്ളൂ. അപ്പോൾ ടെന്നേജിനാണ് വാടക പറഞ്ഞ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ സ്ഥലം എവിടെയാണ്, തൃച്ചി മണപ്പാറ ആ റൂട്ടിലാണ് നമ്മൾ പോയ. ഇത്രയധികം കിലോമീറ്റർ ഓടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 400 കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ റണ്ണിങ് മറ്റേ എന്താ കാലിയോട്ടം കൂടിയിട്ട്. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 12,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ട വന്നു. അല്ലാണ്ട് വണ്ടി ഓടിയിട്ട് നഷ്ടമല്ലാണ്ട് ലാഭമായില്ല. അത് ടെന്നേജ് കുറവായതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും 25 ടൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 രൂപ ബാലൻസ് കിട്ടേണ്ട കേസാണ് ഒരു 3 രൂപ കയ്യിൽ നിന്ന് പോയിന്ന് ശരിക്കും പറഞ്ഞാൽ. ആ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഇപ്പം നാളെ നമ്മൾ അറക്കപ്പൊടി കൊണ്ടുപോയപ്പോഴും അതേപോലെ തന്നെയല്ലേ ഉണ്ടായത്. ആ ചില ഓട്ടങ്ങൾ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ടെന്നേജ് കുറവാണെങ്കിൽ അന്നും നമുക്ക് ടെൻ എത്രയായിരുന്നു ഉണ്ടായിരുന്നു, 16 17 17 അത്ര ടെൻ വെച്ചിട്ട് പോകാണ്ടിരിക്കട്ടെന്നുണ്ട്. നമ്മൾ 25 ടണ്ണ് കയറ്റാവുന്ന വണ്ടിയിൽ നമ്മൾ 17 ടണ്ണോ 16 ടണ്ണൊക്കെ കയറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിപ്പോൾ 2 ഓട്ടമാണ് നമുക്ക് അങ്ങനെ ഫുൾ കയ്യിൽ നിന്ന് കാശ് പോയി. ഒരെണ്ണം 3000 രൂപ പോയി, ഒരെണ്ണം 2000 രൂപ പോയത് 2 ഓട്ടത്തിനാണ്. അപ്പോൾ അതേപോലത്തെ ഓട്ടങ്ങൾ ഇനി വരികയാണെങ്കിൽ നമ്മൾ ടെന്ന് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല. കാരണം വെറുതെ നമ്മൾ വണ്ടി വെറുതെ അവിടെ വരെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല. ഇതിപ്പോൾ വെറുതെ പോയതാ. ഇത്ര അങ്ങനെ അവർ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ മറ്റേ വണ്ടിയല്ലേ വിളിക്കുള്ളൂ, ചെറുവണ്ടിയല്ലേ. ഇതിനും 10 വീല് അതൊക്കെയല്ലേ വിളിക്കുള്ളൂ. 12 വീല് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ടെന്ന് കുറയുമ്പോൾ. അങ്ങനെയുണ്ടല്ലോ. നമ്മൾ വെറുതെ പറഞ്ഞതിന് തുല്യമാവുന്നു മാത്രം. പക്ഷേ ഇതതിന് കയറ്റുമ്പോൾ അറിയണില്ലല്ലോ അവിടെ. നമ്മൾ കയറ്റുമ്പോൾ അറിയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇതിപ്പോൾ നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞ് 20 ടണ്ണിൻ്റെ മുകളിൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ പറയാം. അല്ലാണ്ട് ഇപ്പോൾ രക്ഷയില്ല. മിനിമം അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി മുതൽ പറയാം. ടെന്ന് മിനിമം 20 ടണ്ണിൻ്റെ പൈസയിലും തരണം എന്നുള്ളത് പറയാം. ടെന്ന് കുറവെന്ന് പറഞ്ഞാൽ അതെ അതെ അത് പറയാം. അല്ലാണ്ട് രക്ഷയില്ല. കാരണം ഇത് വെറുതെ ഇപ്പോൾ നമ്മളെന്താ പറയുക, ഒരു കടമയ്ക്ക് വേണ്ടി തമിഴ്നാട് പോകണം തിരിച്ചു വരണമെന്ന് പറഞ്ഞ പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോയി. ഇപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതിന് ചിലവുകളൊന്നുമില്ല. വേറെ ടോള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 5 ടോള് പോണേ. ഇനിയിപ്പോൾ ഒരു ടോള് കിട്ടിയല്ലേ ഇവിടെ ഉള്ളൂ. 5 ടോളിൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ കെട്ടുകാശും പിന്നെ എന്നിട്ട് വേറെ ചിലവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാഭം മനസ്സിലാവുന്നു. മറ്റത് ഇത് അങ്ങനെയല്ല. കയറ്റ് ഇറക്കുക അത് ഇതെന്നൊക്കെ പറയുമ്പോൾ കണക്കൂട്ടി മടുക്കും നമ്മൾ. അപ്പം അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഏത് ഏത് കെമിക്കൽ പൗഡർ പറഞ്ഞതല്ലേ. ഒരെണ്ണം പാലക്കാട് ഇറക്കിയിട്ട് പിന്നെ മൂവാറ്റുപുഴ. എന്റെ പൊന്നെ. എന്നിട്ട് അപ്പൊ 2 ദിവസം പോയി. അപ്പൊ വീണ്ടും പ്രശ്നമായില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ പറഞ്ഞ പോലെ തലവേദന തന്നെയാട്ടാ. ഇന്നിപ്പോ പെരുന്നാളല്ലേ. ഇന്നല്ല ഇന്നലെ പെരുന്നാൾ. ഇന്നിപ്പോ 12 മണി കഴിഞ്ഞാൽ ഇന്ന് പെരുന്നാൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പെരുന്നാളായതുകൊണ്ട് തന്നെ ഇന്ന് പകല് അജീഷ് വീടിൻ്റെ അവിടെ ഒതുക്കി. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇറക്കി കിട്ടില്ല എന്ന് പറഞ്ഞ കാരണം അവിടെ ഒതുക്കി. അല്ലെങ്കിൽ ഓടി വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും അല്ലേ. ഇന്നലെ 12:30ക്കാണ് ലോഡ് കയറ്റി ഇറങ്ങിയത്. ശരിയാണ്, 12:30ക്കാണ് ലോഡ് കയറ്റി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ മിനിഞ്ഞാന്നും കിടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ അവിടെ നിന്നും വടക്കഞ്ചേരി എത്തിയപ്പോൾ 3 മണിയൊക്കെ ആയി ശരിക്കും. ഞാൻ ഉണ്ടെങ്കിൽ ഇറക്കായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാലേ കമ്പനി ലീവ് ഉണ്ടായിരുന്നില്ല. അയ്യോ പക്ഷെ നീ എൻ്റെ അടുത്ത് കമ്പനി ലീവാന്ന് പറഞ്ഞില്ലേ. ലീവ് അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ ഇവിടെ വരെ എത്തിക്ക്. ശരിയാ. ഞാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ. അങ്ങനെ ഉദ്ദേശിച്ചത്. ശരിയാ. അപ്പൊ അതിനെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ് മേടിച്ച കാരണം തന്നെ അതിന്റെ കുറേ പരിപാടികൾക്ക് നടന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാവാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ മാറി ഇവന് ഉറക്കം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇന്ന് വണ്ടി ലോഡ് ഇറക്കാൻ പറ്റിയേനെ. ഇതിപ്പോൾ നാളത്തേക്ക് ഇത് മാത്രം ലോഡ് ഇറക്കല്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ലടാ. ഇനി നമ്മുടെ അടുത്ത ടോള് വരുന്നത് ആലപ്പുഴ റൂട്ടിലാണ് അല്ലേ. അരൂര് ടോളാണ് വരുന്നത്. ഇന്നിപ്പോൾ ലൈനിൽ വലിയ തിരക്കൊന്നും തോന്നുന്നില്ല അല്ലേ. സമയം ഇത്ര ആയതുകൊണ്ടാവും. സമയം ഇപ്പം ശരിക്കും 1 മണിയായോ. ശരിയാ. തമിഴ്നാട്ടിലെ തിരക്കല്ലേ. ഇപ്പൊ സമയം 1:10. വണ്ടികൾ എറണാകുളത്തേക്കുള്ള തിരക്ക് കുറവാ. ആ സൈഡിലാണ് പിന്നെയും തിരക്കുള്ളൂ.
പക്ഷെ ഇന്ന് പോലീസ് ചെക്കിംഗ് ഒക്കെ കൂടുതലാണല്ലോ, ആ വഴിക്കും ഭയങ്കര ചെക്കിംഗ് ആണല്ലോ. ആൾക്കാർ മദ്യം അടിച്ചിട്ട് പോകണ്ടോന്ന് അറിയാനാണോ? തടുത്തു. അത് മറ്റേ ഇതിന്റെയാണോ എലക്ഷന്റെ? അത് ഇന്നലെ ഞങ്ങള് മരിച്ച സ്ഥലത്തേക്ക് പോകുമ്പോഴും ഞങ്ങൾ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് വണ്ടി ഫുൾ എല്ലാം തുറന്നു നോക്കി. ഓ, സാധാരണ ലോറികളൊന്നും പരിശോധിക്കില്ലല്ലോ അല്ലേ? അതുകൊണ്ട് അല്ലേ? ഓ, കെയിൽ വണ്ടി ആയതുകൊണ്ട് മാത്രം തുറന്നു നോക്കിയതാവും അല്ലേ? അങ്ങനെയുള്ള സംഭവം വന്നു കഴിഞ്ഞാലും പെട്ടു. ഈ വണ്ടിയിൽ എന്തുകൊണ്ടാണ് അടപ്പും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ? ഇങ്ങനത്തെ വണ്ടിയാന്ന് വെച്ചാൽ പായ കിട്ടാൻ വേണ്ട, ഒന്നും വേണ്ട. മോള് മാത്രം ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതി ആക്കിയാൽ മതി. അല്ല, മോള് തുറന്ന എന്താ പ്രശ്നം? മോള് തുറക്കണ പോലെ ആക്കണം. മോള് ടാർപ്പായ, അത് കെട്ടാത്ത ടൈപ്പ്. ഇത് തകടാ അല്ലേ? അത് ശരിക്കും അങ്ങനെയാണെങ്കിലേ കുറച്ച് എളുപ്പപ്പണികൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജി യൂസ് ചെയ്യുന്നവൻ ആരാണോ അവനാണ് സക്സസ് ആവുള്ളൂ എന്ന് പറയണ കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് സമയലാഭം, അതായത് കയറ് കെട്ടുന്ന ലാഭം, അങ്ങനെയുള്ള ലാഭവും പായ കെട്ടുന്ന ലാഭമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ടെക്നോളജികൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ശരിയാക്കണം കേട്ടോ ജീഷേ. ഞാൻ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കട്ടെ എന്നാ. കണ്ടെയ്നറാക്കി സുഖമായില്ലേ? പക്ഷെ കണ്ടെയ്നറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോഡ് കയറ്റണമെങ്കിൽ ബാക്കിൽ നിന്ന് മാത്രം. കണ്ടെയ്നർ അങ്ങനെ തന്നെ ഇറക്കി വെക്കല്ലേ ചെയ്യണേ? ശരി കേട്ടാ. അത് പക്ഷെ നടപ്പിലാവണ പണിയല്ല. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓക്കെ, നമ്മുടെ നാട്ടില് അതൊന്നും പറ്റുമെന്ന് തോന്നണില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ലോഡ്, ഇങ്ങനത്തെ ലോഡുകൾ കയറ്റുന്നതേ അങ്ങനെ കണ്ടെയ്നറിനുള്ളിൽ കയറ്റി കൊണ്ടുപോകണ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതിപ്പോ ഈ പോണതൊക്കെ കണ്ടെയ്നർ തന്നെയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലടാ. നമ്മുടെ ഇപ്പൊ സിമെന്റ് കയറ്റുക അല്ലെങ്കിൽ അരി കയറ്റുക, ഇതൊക്കെ കണ്ടെയ്നറിനുള്ളിൽ കയറ്റി പോണ രീതിയെ അങ്ങനെ നമ്മുടെ നാട്ടിലാവില്ല എന്തായാലും. അങ്ങനെ ആവണം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ആവുകയാണെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പായ കെട്ടല് ഒന്നുമില്ല, ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യും. പക്ഷെ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടെണ്ണേജ് കൂടുതലല്ല അതനുസരിച്ച്. അപ്പോൾ പാസിങ് കുറയും, ലോഡ് കയറ്റേണ്ട ഇത് കുറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഡീസൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് 2 പ്രാവശ്യം ഫുൾ അടിച്ചു അല്ലേ? പോകുമ്പോൾ ഫുൾ അടിച്ചില്ല ജീഷേ? പോകുമ്പോൾ ഫുള്ള് ഒരു 27,000 രൂപയ്ക്ക് അടിച്ചു. തിരിച്ചു വരുമ്പോൾ ഒരു 22. തിരിച്ചു വരുമ്പോൾ അടിച്ചത് 7 13. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഡീസൽ അടിച്ചു. ഒരു പ്രാവശ്യം 3.1. അവിടേക്ക് പോയപ്പോൾ 3.1 നമുക്ക് മൈലേജ് കിട്ടിയത്. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം നോക്കിയത് 3.4 3.5. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 3.5 കിട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോയ ലോഡ് തീരെ വെയിറ്റ് കുറവായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇത്തിരി മൈലേജ് കൂടുതൽ കിട്ടി. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മൈലേജ് എല്ലാ പ്രാവശ്യത്തെ ആവറേജ് മൈലേജ് ഇപ്പോൾ 4 പ്രാവശ്യം അടിച്ചപ്പോൾ നോക്കുകയാണെങ്കിൽ 3.1 തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഒറ്റ പ്രാവശ്യമാണ് 3.5 കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 3.1 നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് മൈലേജ് അത് തന്നെയാണ്. അതിലിപ്പോൾ കൂടുതലും കുറവൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരുവിധം ലോഡ് 25 ടൺ കയറ്റിയിട്ട് ഓടി, ഈ 16 ടൺ കയറ്റിയിട്ട് ഓടി. ആവറേജ് ഇതിൻ്റെ ഒക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി വേറെ ടൈപ്പ് എന്തെങ്കിലും ഓട്ടോ ഓടുമ്പോൾ അല്ലെങ്കിൽ വേറെ വഴികൾ ഓടുമ്പോൾ വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ. ഇതേ നോക്കിയാൽ ഇവിടെ എല്ലാ ടോറസും പിടിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. ചെക്കിങ് കാണുന്നതുകൊണ്ട് മൊത്തം വണ്ടികൾ നിൽക്കുന്നത്. എന്താ പ്രശ്നം പറഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ നിർത്തി കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി മറ്റേ ഇതടിക്കും. ഇല്ലടാ, വെറുതെ നിർത്തിയേക്കണതാണല്ലോ. നമ്മളാണെങ്കിൽ അപ്പോൾ ഓട്ടോയ്ക്ക് ഇത് പോരണ്ടേ? അപ്പം ചിലപ്പോൾ നമുക്ക് ക്യാമറ അടിക്കും. ക്യാമറ നോക്കിയാൽ പോണത് നമ്മൾ ഒരു രക്ഷയില്ല. ആ സൈഡിലേക്ക് ഓട്ടോയ്ക്ക് ഞാൻ എടുക്കാൻ വരെ പേടിയാ. അവിടെ ചെക്കിംഗ് ഒന്നും കണ്ടില്ല. അപ്പം എന്താ ഇത്ര അധികം വണ്ടി നിർത്തിയേക്കണേ? ഫുഡ് കഴിക്കാനാവോ? ചിലപ്പോൾ ശരിയാവും. അത് വല്ല കൃഷ്ണറിലേക്ക് കൊണ്ടുപോകണതായിരിക്കൂടാ ആ വണ്ടികൾ മൊത്തം. ആ ബസ് അങ്ങോട്ട് കയറി വന്നില്ലേ? അപ്പം ചിലപ്പോൾ ബ്ലോക്ക് ആയതായിരിക്കും. ചിലപ്പോൾ താറ് പോണു. എൻ്റെ മോനെ, ഇത് മറ്റേ ആനയുടെ കഥ പറഞ്ഞോണ്ടാണ് താറിന്റെ കഥ മേടിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായത്. താറിന്റെ കഥയെ ആനയുടെ കഥ പറഞ്ഞോണ്ടായിന്ന്.
ആനപ്പുറത്തിരുന്ന് പോകുമ്പോ കാണുന്ന ആൾക്കാരൊക്കെ പറയും, ഓ അവൻ ആനപ്പുറത്താണല്ലോ പോണേന്ന്. പക്ഷെ ആനയുടെ പുറത്തിരിക്കുമ്പോഴേ ആനയുടെ പുറത്ത് മറ്റേ നിറച്ച് രോമങ്ങൾ ഉണ്ടാവും, അത് മൂട്ടിൽ കുത്തി കയറും. അപ്പൊ ഒരു സുഖം ഉണ്ടാവില്ല യാത്ര ചെയ്യാൻ. അപ്പൊ കാണുന്നവന് നല്ല ഭംഗി ഉണ്ടാവും ആനപ്പുറത്താണല്ലോ എന്ന് പറയും, പക്ഷെ ഇരുന്ന് പോണവന് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് വലിയ സുഖമില്ല ഇതിലത്തെ യാത്ര. നമ്മൾ ഈ കാറൊക്കെ ഇന്നിപ്പോ ഞാൻ കാറെടുത്ത് പോന്നിട്ട് ശരിക്കും എന്താ പറയാ, കാറിലാണെങ്കിൽ അതിന്റെ പകുതി സുഖം എന്ന് പറയാനില്ല. ഓ കോഴിവണ്ടി പോകണ്ടല്ലോ. ഇതൊക്കെ പൊള്ളാച്ചി സൈഡിൽ നിന്ന് വരണല്ലേ ജിഷേ? അത് നമ്മൾ ഇന്നാൾ പോയിപ്പോ ഫാമൊക്കെ കണ്ട സൈഡിൽ നിന്നല്ലേ കൂടുതലും വരണേ. ആ ഇതേ ശരിക്കും പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ദൂരം വഴി എന്നൊക്കെ വരുമ്പോ കുറേ ഇതൊക്കെ ചാവുന്നു, കോഴികളൊക്കെ ചാവുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കോഴി സപ്ലൈസ് ഉണ്ടല്ലോ, അവര് ഈ ഹോട്ടലുകൾക്കൊക്കെ പിറ്റേ ദിവസം കോഴീനെ കൊടുക്കില്ലേ, അത് ചത്ത കോഴീനെ കൊടുക്കാന്ന്. അപ്പൊ ചത്ത കോഴീനെ കൊടുക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് നിസ്സാര പൈസക്ക് ആവുന്നു മറ്റേ ഹോട്ടലുകാർക്ക് കൊടുക്കണ്ടാവുക. അങ്ങനെ പറയുന്നു. അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ കോഴി ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ അത് ഏറ്റവും കൂടുതൽ തട്ടുകടക്കാരെ മേടിക്കാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല കേട്ടോ അത് ശരിയാണോ തെറ്റാണോന്ന്. അങ്ങനെ ആവൊന്നുമില്ല, കളയില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം പിടിക്കുമ്പോ ചാവണേന് ഒന്നിനും ഇവര് പിടിക്കില്ലല്ലോ. ഇപ്പൊ ഈ റണ്ണിങ്ങിൽ ചാവണത് മാത്രമാണല്ലോ, 2 മണിക്കൂറല്ലേ ചത്തിട്ടാവണുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇനിയിപ്പോ ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല. അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തണം, അന്വേഷണ പരമ്പര, എന്നാലും നമുക്ക് കറക്റ്റ് അറിയുള്ളൂ. ഫുഡ് ഇൻസ്പെക്ടറെയാ? ഫുഡ് ഇൻസ്പെക്ടർ വിളിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അതിനത്. സമയം രാത്രി 1:30 ആയിട്ടോ. ഇപ്പോഴും സിഗ്നൽ ലൈറ്റ് വെറുതെ കത്തിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല. പക്ഷെ 2 സൈഡിൽ നിന്നുള്ള വണ്ടികളും ആ സൈഡിൽ നിന്നുള്ള വണ്ടികളും അവിടെ നിൽക്കണുണ്ട് മൊത്തം. അതേപോലെ ഇവിടെ നിന്നുള്ള വണ്ടികളും ഒക്കെ നിൽക്കുകയാണ്. കുറേ നേരമായി, 1 മിനിറ്റിൻ്റെ മുകളിൽ കണ്ടായി ഇപ്പോൾ സിഗ്നലിൽ ഇങ്ങനെ കത്തി ഇത് ചെയ്യുന്നു. ഇതെന്തിനാണാവോ രാത്രി ഇത് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലാണാവോ? ശരിക്കും അങ്ങനെ ചെയ്തു തരണല്ലേ? വണ്ടികളില്ലെങ്കിൽ ഈ സംഭവം ഓട്ടോമാറ്റിക്കലി പോകാനുള്ള സംഭവം അങ്ങനെ വല്ലതും ആക്കണം അല്ലേ? ഇത് വെറുതെ കണ്ടില്ലേ, ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനെ കിടക്കുക സിഗ്നലില്ലേ. അപ്പുറത്തുനിന്ന് വണ്ടി വരാണെങ്കിൽ ആ റോട്ടിൽ നിന്ന് വരാണെങ്കിൽ ഒക്കെ, അല്ലെങ്കിൽ ഈ റോട്ടിൽ നിന്ന് വരാണെങ്കിൽ ഒക്കെ, ഇതൊന്നുമില്ലേ, വെറുതെ ചുറ്റിക്കാന്ന് പറയാം. മൈലേജ് കളയാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവം. നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലാണ് ഇതൊക്കെ ഒന്നും വല്ല കാര്യമുള്ളൂ. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ പറയെടുത്ത് പോകുമ്പോൾ ഇല്ലേ എന്താ പറയുക, മൈലേജ് കിട്ടണതെങ്കിലും കുറയും. ഇപ്പം എത്ര വരെ കാണിക്കുന്നുണ്ട്? 3.2 അല്ലേ? ഇപ്പം 3.2 അതിനകത്ത് മീറ്ററിൽ 3.2 കാണിക്കണത്. തമിഴ്നാട്ടില് അത് എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ റോഡിൽ ഓടിക്കുമ്പോൾ മൈലേജ് കൂടുതൽ പോലെ. അതെന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ലാശിക്കിട്ട് ഒരു പിടുത്തം കുറഞ്ഞ റോഡല്ലേ, റബ്ബറൈസ്ഡ് റോഡാണെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കട്ടർ പോലത്തെ സംഭവമൊക്കെ കൂടുതലായിരുന്നേ, റോഡിലേക്കുള്ള ഇരുന്നുള്ള പിടുത്തം കുറവാണ്. അപ്പോൾ ലേശം മൈലേജ് കൂടുതൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നി ആ റോഡിൽ ഓടിയപ്പോൾ. അതെ അല്ലേ? ആ കേരളത്തിലേക്ക് ഏത്? ആ അത് നല്ല തിരക്കല്ലേ? ആ അതില് പറയും. പിന്നെ അത് തന്നെയല്ലടാ എല്ലാ ആൾക്കാരും ഇപ്പൊ നമ്മൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയണ കേട്ടിട്ടുണ്ട്. അതായത് ഈ കേരളത്തിലെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ മൈലേജ് ഭയങ്കരമായിട്ട് കുറയും. മറ്റേ പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അപ്പൊ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. ഇവിടെ ഹോട്ടലുകളിലൊക്കെ തിരക്ക് തന്നെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ഹോട്ടലിലും ഉണ്ട്. അത് എന്താണെന്നറിയോടാ, പെരുന്നാളല്ലേ, പെരുന്നാളിന്റെ തിരക്കാണ് കൂടുതലും. പിന്നെ ഗൈസ് ഒരു വിശേഷം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് പാസ്പോർട്ട് ഓഫീസിലേക്ക് അതേപോലെ നമ്മുടെ ഇവിടേക്കൊക്കെ പോയത്, നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിട്ട് എൻ്റെ കൈയൊക്കെ ഇത് കണ്ടോ, സൂര്യാഘാതം കയ്യ്. അതുപോലെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ വെയിൽ കൊണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊളച്ച് വന്നു. നീത വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴാണ് അയ്യോ വേറെ എവിടെയും കൈ പൊള്ളാനായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ നോക്കിയിട്ടുണ്ട്, മനസ്സിലായി വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പൊളച്ച് ഇങ്ങനെ വന്നു വീർത്തു വന്നിട്ട് തനത്താൻ അത് പൊട്ടി. അപ്പൊ വെയില് കൊള്ളാണ്ട് പെട്ടെന്ന് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങി വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ മേലാസകലം. കഴിഞ്ഞ പോലെ എന്റെ കഴുത്ത് പൊള്ളിയതാട്ടോ, ഇതേപോലെ എന്റെ കഴുത്തിന്റെ ബാക്ക് സൈഡ് ഫുള്ള് പൊള്ളിയതാണ്. ഈ പ്രാവശ്യം കൈ പൊള്ളി. അപ്പൊ സൂര്യാഘാതം എനിക്ക് ശരിക്കും ഏൽക്കുന്നുണ്ട്. അജീഷ് കഴിഞ്ഞ ദിവസം നമ്മൾ ചായ കുടിച്ചത് ഇവിടെ നിന്നല്ല, ഇവിടെ ഒതുക്കിയിട്ട് അപ്പുറത്ത്
പോയി ആ ബംഗാളിയുടെ കടയിൽ പോയി കഴിച്ചത്. കമ്പി വണ്ടി എല്ലാം പായ ഇടുന്നത് എന്താന്ന് കനം കൂടുന്ന മഴ പെയ്ത് കഴിഞ്ഞാൽ. ആദ്യം ഞാൻ പായ ഇടുന്ന കണ്ടിട്ടില്ല കമ്പി വണ്ടി ഒന്നും, അത് ലോഡില്ലല്ലോ പായ ഇടണല്ലേ. ആ ആ ആ അതെന്താണ് അതിന്റെ ഗുട്ടൻസ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ എല്ലാം വണ്ടി പായ ഇട്ടിട്ടാണ് പോണത് കാണുന്നത്. കൊരട്ടി അടുത്ത അങ്കമാലിയാണ് കേട്ടാ. ഇവിടെ സിഗ്നലിൽ തന്നെ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ബാക്കിൽ നിൽക്കേണ്ട ഗതികേടായി. കണ്ടില്ലേ, രക്ഷയില്ല. ആ ഇവിടെ സിഗ്നലിൽ വന്നു പച്ചകത്തി. ഏതാ കൊരട്ടി മുത്തി? ആ കൊരട്ടി മുത്തി, അത് മറ്റേ പള്ളിയല്ലേ? ആ അതെ അതെ അങ്ങനെയുണ്ട്. ഞാനും പറയണേ കേട്ടിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. കൊരട്ടി മുത്തി എന്നിങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട്. ഇത് സിമെന്റ് വണ്ടി അല്ലേ പോണേ? ആ സിമെന്റ് വണ്ടി മൊത്തം ഇങ്ങനെയാ പായ ഇടുക അല്ലേ? എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കോ അവരുടെ? അത് നമ്മുടെ ഒട്ടിച്ചുണ്ടോ? ഡാൽമിയയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ ആ ആ അല്ലടാ, ഈ ഡാൽമിയയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മറ്റേ ബസർ വേണമെന്നുള്ള നിർബന്ധമല്ലേ? പിന്നെ നിങ്ങൾക്ക് മറ്റേ ഡ്രൈവർമാർക്ക് മറ്റേ തൊപ്പിയും മറ്റേ റിഫ്ലക്ടീവ് ഡ്രസ്സും വേണ്ടേ? അത് അവിടെ നിന്ന് തരാൻ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചു വെക്കണം. ഷൂവോ? ആ ഷൂവും വേണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വല്ലതും ചെയ്യണ്ട അതിന്? ആ മുണ്ടെടുക്കാൻ പാടില്ല. ആ അത് ഡാൽമയുടെ ഉള്ളിൽ മാത്രമാണോ എല്ലാത്തിലും എല്ലാ സിമെന്റിന്റെ? ആ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നീ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ കാരണം. അതെ അല്ലേ? ആ വാടകയ്ക്ക് കിട്ടുമോ? ഹെൽമെറ്റ് പൈസ മുൻകൂർ കിട്ടണം. എന്നിട്ട് അത് അവിടെ തിരിച്ചു കൊടുക്കുമ്പോ അതിനെന്താ വരാന്ന് പറഞ്ഞാൽ ആ പൈസ അവിടെ കൊടുക്കണം. എന്നിട്ട് അതിന് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ വാടക എടുത്തിട്ട് പൈസ. വാടക എത്ര രൂപ അതിനൊക്കെ കൂടിയിട്ട്? ഷൂസ് ഒക്കെ ഉണ്ടോ? ഓ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി അത് വണ്ടി മേടിച്ചപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് സിമെന്റിന് ഓടിയായിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ തലയിൽ വെക്കുന്ന തൊപ്പിയും അതുപോലെ റിഫ്ലക്റ്റീവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക് ബസറും സാധനങ്ങളും ഉണ്ട്. പിന്നെ വേറെ എന്തോ നീ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഇതേപോലെ തന്നെ വേണ്ട സാധനം അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ GPS. പാർട്ടിക്ക് അറിയാൻ വേണ്ടി. അല്ല അത് ഫിക്സ് വേണമെന്ന് അങ്ങനെ 100% നിർബന്ധം ഉണ്ടോ? പിടിപ്പിക്കണം എന്ന് പറയൂല്ലേ നമ്മളുടെ കൂടാണ്ട്? ഓ അവർക്കറിയാം. അതായത് നമ്മൾ ഇവിടുന്ന് കയറ്റി പോയിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് അവര് GPS ഇന്ന വണ്ടിയുടെ ട്രാക്ക് ചെയ്ത് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് അവർ കമ്പനിക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ GPS വെച്ച് കൊടുക്കണം എന്നാണ് കേട്ടോ. അങ്ങനെ അതിപ്പോ അവിടുന്ന് എല്ലാ വണ്ടിക്കും അങ്ങനെ വെക്കണ്ടാവോ എന്നുള്ളതൊന്നും അറിയില്ല. സാധാരണ ഗതിക്ക് നമ്മുടെ വണ്ടിക്ക് ഈ വണ്ടിക്കൊക്കെ ഉണ്ട് 2 GPS ഈ വണ്ടിക്ക്. ഒന്ന് നമ്മളുടെ ഏതാ നമ്മളുടെ ടിപ്പറിൽ ഇരിക്കുന്ന സെയിം ബ്രാൻഡാ. പിന്നെ വേറെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 2 ബ്രാൻഡ് ഉണ്ട്. പക്ഷെ 2 ബ്രാൻഡ് ഇപ്പൊ നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്തേ. ക്യാമറ കേട്ടോ, ഓവർടേക്ക് ചെയ്യണ്ട, ബാക്കിൽ പിടിച്ചാൽ മതി. ട്രെയിലർ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ പിടിച്ചിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാതെ നിർത്താൻ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ ക്യാമറയുടെ കറക്റ്റ് മുന്നിലായിരുന്നേ. ക്യാമറ അപ്പം അടിക്കും. അപ്പൊ ഞങ്ങളൊരു ചായക്കട കണ്ടു. അപ്പൊ ചായക്കട കണ്ടപ്പോൾ ഒരു ചായ കണ്ട് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അജീഷ് എന്താ പറ്റിയെന്ന് വിശന്നിട്ടൊന്നും വീട്ടിൽ നിന്ന് കഴിക്കേണ്ടി വന്നു. വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ വിശന്ന് തുടങ്ങിയില്ല. ഇപ്പൊ എന്തായാലും വണ്ടി ഓഫ് ചെയ്ത് പോയിട്ട് എന്താ ഇവിടെ കിട്ടാന്നുള്ളത് നോക്കാം. കിട്ടുന്നത് മേടിച്ച് കഴിക്കാം. അപ്പോൾ ഒരു ചായയും അവന് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു പൊറോട്ട അങ്ങോട്ട് കഴിച്ചു. സ്വീറ്റ് പൊറോട്ട. ഇനിയിപ്പോൾ അവന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുക്കാന്ന് വെച്ചിട്ട് കയറാണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ വണ്ടി എടുത്തിട്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാതെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ അടുത്ത ടോൾ പ്ലാസ ഇപ്പുറത്തേക്ക് കെട്ടിക്കാം അല്ലേ. കറക്റ്റ് വീതിയുടെ സ്ഥലമുണ്ടല്ലേ. അപ്പുറത്ത് ആറ്റത്തെ വീതി ഉണ്ടോ? ഏത് അപ്പുറത്ത് വീതി ഉണ്ടോ? പക്ഷെ ഇവിടെ പിന്നെ വേറെ തട്ടാനും മുട്ടാനൊന്നും ഇല്ല. മറ്റേ തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോഴത്തെ ടോണിലാണ് അല്ലേ. ഇത് അലുമിനിയത്തിന്റെ പോലെ ഇതൊക്കെ വന്നാൽ അടിച്ചു കഴിഞ്ഞാലേ ഗ്ലാസ് ഒക്കെ എപ്പ പോയി ചോദിച്ചാൽ മതി. മറ്റേ കാറിന്റെ ഒക്കെ
ചിലത് സ്പോഞ്ച് ഇട്ടുണ്ടാവും. ഇത് ഒന്നുമില്ല, എന്തോ മറ്റേ ഇതാണ്. അത് നമ്മൾ ഇത് പൊട്ടിച്ചിട്ടുള്ള കാരണേ റീഡ് ആവാനുള്ളൊരു ചെറിയ ടൈമാണ് അതാണ്. അപ്പോൾ അങ്ങനെ ആ ടോൾ പ്ലാസയും കഴിഞ്ഞു. നമ്മളുടെ അഞ്ചാമത്തെയാണ് നാലാമത്തെ ടോൾ പ്ലാസയും കഴിഞ്ഞു. 4 രണ്ടെണ്ണം തമിഴ്നാട്ടില്, 5 പക്ഷെ 700 അല്ലാത്തതിന് കുറെ സമാധാനമുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 10-30 കിലോമീറ്റർ ഒക്കെ അല്ലേ ഉള്ളൂ. കിലോമീറ്റർ. പക്ഷെ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ സമയം ഏതാണെന്നുണ്ട്. സമയം 2 മണിക്ക് കഴിഞ്ഞില്ല, 2-3 മണിയൊക്കെ ഉണ്ടാവും അല്ലേ? 2:30 ആ സമയമൊക്കെ ഉണ്ടാവും. നിലവിലിപ്പോ നമ്മുടെ ഇവിടുത്തെ ടോള് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ മറ്റേ ഇത് വരുന്നില്ലേ, അവിടെ നിന്ന് എലിവേറ്റഡ് ഹൈവേ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അവസാനം വന്ന് 2ാമത് അടുത്ത ടോള് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ഫ്ലൈ ഓവറുകളിലേക്ക് കയറുമ്പോഴേക്കും വലിയ രീതിയിലാണ് കേട്ടോ മറ്റേ ഇത് എന്താ പറയുക ഡിപ്പ്. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ നോക്കി വന്നില്ല, ഒരു 60 സ്പീഡിലെ വരേക്കും വന്നങ്ങ് ചാടും. നമുക്ക് എവിടെ വെച്ചിട്ടാണ് മഴ കിട്ടിയ അജീഷ? എടപ്പള്ളിയിൽ വെച്ചിട്ട്. എടപ്പള്ളി എത്രക്കാലം പോലെ ചെറുതായിട്ടൊന്ന് മഴ ചാറി കേട്ടോ. അവിടെ ഇത്തിരി വെള്ളമൊക്കെ കിടക്കുന്നത് എനിക്ക് വന്നിട്ട് മഴ പെയ്തിട്ടുണ്ടെന്നാണ്. ഇത് ഏതാ ഈ പാലം അറിയോ? ആലപ്പുഴ അതേടാ അവൻ ഇതിന്റെ 24 നീ ചോദിച്ചില്ലേ ന്യൂസ്? അല്ല അത് മനോരമയുടെ അല്ലേ? ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് കണ്ടേ, ഇത് മനോരമയുടെ 24 അല്ല. 2 ചാനൽ കണ്ടില്ലേ? ഏതാണോ ഈ കായല് ഏതാണെന്ന് അറിയില്ല കേട്ടോ. അരൂര് ടോള് കഴിഞ്ഞു. അപ്പൊ അരൂര് പാലാവൂ? അത് ഇതിന് വേറെ പേരുണ്ടോ? കഴിഞ്ഞ ദിവസം നമുക്കൊരു പാലം അറിയില്ല എന്ന് പറഞ്ഞില്ലേ, കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആർക്കെങ്കിലും അറിയണവർ കമന്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഒരുപാട് ആൾക്കാർ അത് ഇന്ന പാലാന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇത് അരൂര് പാലം തന്നെയാണോ എന്നുള്ളത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ. നമുക്കും അറിയില്ല. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡും കാര്യങ്ങളും എവിടെ ഇല്ലാത്ത കാരണം പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അത് കാരണം അറിയില്ല ശരിക്കും പറഞ്ഞു. അരൂര് ശരി തന്നെയാണ്. അരൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലേക്ക് കിടന്നോ? ആലപ്പുഴ ജില്ല. അപ്പൊ അത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഈ അരൂർ എന്ന് പറയുന്നത്. അറിയില്ല അല്ലേ? സിഗരറ്റിൽ പച്ച കിട്ടി. പിന്നെ വലിയ തിരക്കില്ലാത്ത സുഖമായിട്ട് പോകാൻ പറ്റും. ഇപ്പൊ റോഡ് പണിയായി. റോഡ് പണികൾ തുടങ്ങിയില്ല. റോഡ് പണി ആയാലും ഇപ്പൊ വലിയ തിരക്കില്ല. അല്ലെങ്കിൽ ബ്ലോക്കല്ലേ, ഫുള്ള് ബ്ലോക്കായി നിൽക്കുമല്ലോ. പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസമായിട്ടോ. സ്റ്റിയറിംഗിന് നമ്മൾ കവർ തയ്ച്ചിട്ട കാരണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ നമ്മുടെ തൂമ്പയുടെ കൈയൊക്കെ പിടിക്കണ പോലെ ഭയങ്കര വണ്ണായി. ശരിക്കും ഇത്ര വണ്ണത്തിന്റെ ആവശ്യമില്ല. ആളുള്ളിലേ മറ്റേ സ്പോഞ്ചും പിന്നെ തെർമോക്കോളിന്റെ പീസ് കൈ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോളിന്റെ പീസ് കൂടി വെച്ചിട്ട് സ്പോഞ്ച് വേണ്ടായിരുന്നു. പക്ഷെ അത് ചൂടെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വണ്ണം കയറി വന്നത്. ഇത്ര വണ്ണം കയറി വന്നപ്പോ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വണ്ണായി പോയി മൊത്തത്തില്. അപ്പൊ നോക്കി വണ്ണുണ്ട്. അതിനൊപ്പം ഈ വണ്ണക്കിടി വന്നപ്പോ വണ്ണം വലിപ്പമായി. പക്ഷെ തുന്നിയത് ശരിയായില്ലടാ. ഈ തുന്നല് ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടായിരുന്നെങ്കിൽ ഇത്ര വലിപ്പം നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. ഇതിപ്പോ തുന്നല് പുറത്തേക്ക് വന്ന കാരണമാണ് ഇത് കറക്റ്റ് ആവാതിരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തേഞ്ഞ് നന്നായിട്ട് തീർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സംഭവം ഒരു സ്റ്റിയറിംഗ് കവർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയില്ല. അത് ഭംഗിയായില്ല, തുന്നിയത് ശരിയായില്ല. തമിഴ്നാട്ടിലാണ് തുന്നിയത്. തുന്നിയതിന് തന്നെ 200 രൂപ മേടിച്ചു സംഭവം. പക്ഷെ തുന്നലാണെങ്കിൽ ആകെ ഓപ്പറേഷൻ ചെയ്തിട്ട് മറ്റേ കെട്ടിപ്പൂട്ടി പോലെ തവിട് പൊടിയായി. കാണാൻ ഭംഗിയില്ലാത്ത രീതിയിലായി തയ്ച്ചത്. അത് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് സാധാരണ ഇങ്ങനെ തയ്ക്കുക, പുറത്ത് തയ്ക്കുക. പക്ഷെ ഇത് സംഭവം ഇങ്ങനെ വേറെ രീതിയിലായി തയ്ച്ചത്. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി നമുക്ക് തയ്പ്പിക്കാൻ പറ്റുന്നുള്ളൂ നോക്കാട്ടാ ശേഷം പറ്റുകയാണെങ്കിലേ. അപ്പൊ ഈ ഒരു പരിപ്പുമ്പോൾ പിടിക്കണ പോലെ തോന്നില്ല. ഇതിപ്പോ ഈ പരിപ്പ് ഇങ്ങനെ തൈര് വരുമ്പോ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി പിടിക്കുമ്പോൾ ഒരു സുഖമില്ല.
സംഭവം മുകളിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ നമ്മൾ അറിയാണ്ട് കൈയൊക്കെ ഉള്ളിൽ ഇട്ട് പിടിക്കുകയാണെങ്കിലേ ഒരു സുഖമില്ല. കാണാനില്ലോടാ, സ്ട്രെയിറ്റ് തന്നെയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒന്നും മനസ്സിലാവണമൊന്നുമില്ല. തിരക്കുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിൽ അങ്ങനെ പോയാൽ മതി. ഇതിപ്പോൾ തിരക്കില്ലാത്ത കാരണം നമ്മുടെ ബാക്കിൽ ബാക്കിയുള്ളവർ വരുന്നത് വെള്ളം ലീക്ക്. പണി നല്ല ഫാസ്റ്റിൽ നടക്കുന്നുണ്ടോ? അല്ലേ, നല്ല ഫാസ്റ്റാ. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ പെയിന്റ് ഇറക്കാൻ വന്നിട്ടുള്ള സ്ഥലം എത്താറായി അല്ലേ? അതെ, ഈ പണി നടക്കുന്ന സ്ഥലത്തായിരുന്നു. പക്ഷെ ഇത് കുറേ കിലോമീറ്റർ ഇല്ലേ പണി നടക്കുന്നത്? 5-6 10 കിലോമീറ്റർ അടുത്തുണ്ടല്ലേ ഈ പണി നടക്കുന്നത്? ആലപ്പുഴ അല്ല, ഞാൻ ഇങ്ങനെ പാലം മൂടിക്കടി ഹൈവേ എന്ന് പറയുന്നത് അതൊരു 5-6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ പോകണ പണിയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അടിപൊളി. മൂളിക്കടിയാണ് ഫുൾ സഞ്ചാരം ഇത് കഴിഞ്ഞാൽ. എങ്ങാലും അവിടെ എടപ്പള്ളി കഴിഞ്ഞിട്ടൊക്കെ വഴിമാറി കയറിയ പിന്നെ തിരിയണമെങ്കിൽ ശരിയാ, എവിടെയാ കഴിഞ്ഞത് അവിടെ വന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ടോളിന്റെ പൈസ കൂടുതലായിരിക്കും. 515 1000 രൂപയ്ക്കായിരിക്കും ഈ വരാൻ പോണത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ പൈസ നന്നായിട്ട് കൂടി പോകും. കാരണം ഇത്രയധികം തൂണും പില്ലറൊക്കെ ഇതാക്കുന്നതല്ലേ. പ്രശ്നമൊന്നുമില്ല അങ്ങനെയാ. ശരിക്കും എറണാകുളത്ത് ആൾക്കാരധികം പുറങ്ങളില്ലാതുകൊണ്ടല്ലേ പകുതി ആൾക്കാർ റൂട്ടിൽ തന്നെയാണ്. നമ്മൾ ഏറെക്കുറെ തട്ടണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അജീഷ് അവിടെ വണ്ടി ഒതുക്കി നിർത്താനായിട്ട് എവിടെ സ്ഥലം ഒന്ന് നോക്കാനായിട്ട് പോയില്ല. രാത്രി ആയാലും വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. നമ്മൾ റോട്ടിൽ തന്നെ ഇങ്ങനെ ഒതുക്കി നിർത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകണം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി ഓടിച്ച് വേണം പോകാൻ. അപ്പോൾ അത് കാരണം ഇവിടെ നിർത്തിയത്. ഇപ്പോൾ ഈ വഴിയെ കാണിക്കേണ്ടത് നമുക്ക് തിരിഞ്ഞു പോകാനായിട്ട്. ആകെ 200 മീറ്ററാണ് ഉള്ളൂ. എല്ലാ വണ്ടികളും വരുന്നവരൊക്കെ ഇങ്ങോട്ടായിട്ട് തിരിഞ്ഞു പോകണം. ഒറ്റ വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല എന്തായാലും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ വണ്ടി വന്നാലേ കുഴപ്പമുള്ളൂ. ചെറുവണ്ടി വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അജീഷ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ റോട്ടിൽ തന്നെ അങ്ങനെ നിർത്തിയേക്കാണ്. ഇപ്പോൾ സമയം 3:48. അപ്പോൾ നമ്മളുടെ ലോഡ് ഇറക്കുന്ന സ്ഥലം ദേ ആ കാണുന്നതാണ് കേട്ടോ, ആ ലൈറ്റ് കാണുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒതുക്കാൻ നോക്കിയപ്പോൾ സ്ഥലമില്ല, റോട്ടിൽ തന്നെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ഥലം കിട്ടി. ഇവിടെ ഒരു മൈതാനം പോലത്തെ സ്ഥലം കിട്ടി. പക്ഷേ ഇറക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ താന്ന് പോയാലെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഇറക്കിയില്ല. റോട്ടിൽ നിന്ന് ചേർത്ത് ഇപ്പുറത്തേക്ക് നിർത്തിയെന്നുള്ളൂ. കുഴപ്പമില്ല, സുഖമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ അവർ വന്ന് വേണം ലോഡ് ഇറക്കാനായിട്ട്. ലോഡ് ഇറക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഇറക്കി വെക്കുകയല്ല, വണ്ടികളിലേക്ക് പകർത്തി കൊടുക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. എപ്പോഴാണെന്നുള്ളതൊന്നും അറിയില്ല. മുൻകൂട്ടി പറഞ്ഞ കാരണം പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചുറ്റണോ എന്നുള്ളൊരു പേടി നമുക്ക് വരില്ല. അപ്പോൾ നാളെ എപ്പോഴാണ് ലോഡ് ഇറക്കി കഴിക്കണത് എന്നുള്ള സംഭവങ്ങൾ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.